കുവൈറ്റിൽ നിന്നും കേരളത്തിലെത്തി കാണാതായ സൂരജ് ലാമയെ കണ്ടെത്താൻ ഊർജിത അന്വേഷണം 20-അംഗ സംഘം രൂപീകരിച്ചു. ആലുവ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലാണ് പ്രത്യേക സംഘം രൂപീകരിച്ചത്. പോലീസ് ലുക്കൌട്ട് നോട്ടീസും പുറത്തിറക്കി. വിഷ്ണു സുരേഷാണ് കൊച്ചിയിൽ നിന്ന് ഇപ്പോൾ വിവരങ്ങളുമായി ചേരുന്നത്. വിഷ്ണു, ഇത് ഏത് സാഹചര്യത്തിലാണ് ഈ കാണാതാകൽ? എന്തൊക്കെയാണ് വിവരങ്ങൾ വിഷ്ണു? ഉന്മേഷ്, ഏകദേശം 3 ആഴ്ചയാകുന്നു സൂരജ് ലാമയെ കാണാതായിട്ട്. അദ്ദേഹത്തെ ആദ്യഘട്ടത്തിൽ പോലീസ് കണ്ടെത്തുകയും പിന്നീട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിക്കുകയൊക്കെ ചെയ്തു. അവിടെ നിന്ന് പിന്നീട് കാണാതായി എന്നാണ് അദ്ദേഹത്തിന്റെ മകൻ നൽകിയ പരാതിയിലടക്കം പറയുന്നത്. പിന്നാലെ മകൻ കോടതിയെ സമീപിക്കുകയായിരുന്നു. കോടതി നിർദ്ദേശത്തെ തുടർന്നാണ് എറണാകുളം റൂറൽ പോലീസ് പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിച്ചത്. പ്രത്യേക അന്വേഷണ സംഘം ഇദ്ദേഹം ഈ അതിഥി തൊഴിലാളികളുടെ ക്യാമ്പിലൊക്കെ ഉണ്ടാകുമെന്നൊരു ധാരണയുടെ അടിസ്ഥാനത്തിൽ അവിടെയൊക്കെ പരിശോധന നടത്തിയെങ്കിലും കണ്ടെത്താനായില്ല. പിന്നീടാണ് അന്വേഷണം ഊർജിതമാക്കി ഇപ്പോൾ 20-അംഗ സംഘത്തെ, ആലുവ ഡിവൈഎസ്പി TR രാജേഷിന്റെ നേതൃത്വത്തിലുള്ള 20-അംഗ സംഘത്തെ രൂപീകരിച്ച് ഒരു പ്രത്യേക അന്വേഷണം എല്ലാ ഇടവും കേന്ദ്രീകരിച്ച് നടത്താൻ തീരുമാനിച്ചിരിക്കുന്നത്. പ്രത്യേകിച്ച് ആലുവയുടെ ഉൾപ്രദേശങ്ങൾ കേന്ദ്രീകരിച്ചായിരിക്കും അന്വേഷണം നടക്കുക. പെരുമ്പാവൂർ പോലുള്ള മേഖലകളും മൂവാറ്റൂർ പോലുള്ള മേഖലയിലും ഒക്കെ അന്വേഷണം നടത്തും. സൂരജ് ലാമ എറണാകുളം വിട്ട് പുറത്തേക്ക് പോയിട്ടുണ്ടാവില്ല എന്ന് തന്നെയാണ് അന്വേഷണ സംഘത്തിന്റെ ഒരു വിലയിരുത്തൽ. എത്രയും പെട്ടെന്ന് അദ്ദേഹത്തെ കണ്ടെത്താനാകും എന്നാണ് നിലവിലുള്ള വിലയിരുത്തൽ. CCTV ദൃശ്യങ്ങളൊക്കെ കേന്ദ്രീകരിച്ചാണ് പരിശോധന നടത്തുന്നത്. ഒപ്പം ഇദ്ദേഹത്തെ കണ്ടുപരിചയമുള്ള ആളുകൾ ഈ ആശുപത്രിയിലടക്കം എത്തി ഇദ്ദേഹത്തെ അവിടെ കണ്ടിട്ടുണ്ടെങ്കിൽ അവരുടെയൊക്കെ മൊഴിയും കാര്യങ്ങളും ഒക്കെ രേഖപ്പെടുത്തുന്നുണ്ട്. എത്രയും പെട്ടെന്ന് ഒരു 3-4 ദിവസത്തിനുള്ളിൽ സൂരജ് ലാമയെ കണ്ടെത്താനുള്ള ഊർജിത ശ്രമത്തിലാണ് എറണാകുളം റൂറൽ പോലീസ് ഉള്ളത്. അതിന്റെ ഭാഗമായാണ് 20-അംഗ അന്വേഷണ സംഘത്തെ ഇപ്പോൾ രൂപീകരിച്ചിരിക്കുന്നത്. ഉന്മേഷം, വിഷ്ണു സുരേഷാണ് വിവരങ്ങൾ നൽകിയത് കൊച്ചിയിൽ നിന്ന്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.